ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് വേദനിക്കുകയും കരയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു പേഴ്സണെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അവർ വിചാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പം മിസ് ചെയ്താലും നിങ്ങളൊരിക്കൽ എൻ്റെ അടുത്തോട്ട് വരും എന്നൊരു വിശ്വാസത്തിൽ ആയിരിക്കാം ആ ഒരു വ്യക്തി പോയത്. അപ്പോൾ ആ ചെന്നൊരു പ്ലേസിൽ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പേഴ്സൻ്റെ അടുത്താണ് പോകുന്നത്, കുറച്ച് നാൾ അയാളോട് ഇഷ്ടത്തോടുകൂടെ നിന്ന് കഴിയുമ്പോൾ ആയിരിക്കും അവരുടെ ക്യാരക്ടറും ഇവർക്ക് മാച്ച് ചെയ്യാത്ത രീതിയിലുള്ള സ്വഭാവവും ഓരോരുത്തരുടെ ആ ഒരു സ്റ്റൈലിലൊക്കെ അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ എത്രത്തോളം വാല്യൂ ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചിന്തകൾ മാറി ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ ചെയ്ത മിസ്റ്റേക്ക് അയാളുടെ ലൈഫിൽ അയാൾ മനസ്സിലാകുന്നുണ്ട്. അയാൾക്ക് ശരിക്കും വല്ലാത്തൊരു വൂണ്ടായിട്ട് തന്നെയാണ് അയാൾക്ക് തോന്നുന്നത്. അപ്പോൾ അയാൾ ഓർക്കുന്നത് നിങ്ങൾ തിരിച്ച് അയാളെ കോണ്ടാക്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരുപാട് ഹീൽഡ് ആയതുകൊണ്ടും നിങ്ങൾ അന്ന് ബ്രേക്കപ്പിൻ്റെ സമയത്തും അല്ലെങ്കിൽ അയാളിങ്ങനെ നെഗറ്റീവ് കാണിച്ച സമയത്തും നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ, രാത്രികളിലൊന്നും ഉറങ്ങാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ 1 വർഷം എടുത്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ 5 വർഷം ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഹീൽ ചെയ്യാൻ. ഇപ്പോൾ 1 വർഷം കൊണ്ടൊക്കെയായാലും ഹീൽ ചെയ്താലും ഓട്ടോമാറ്റിക്കലി നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതേപോലെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസും നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി കൂടിയാണ് നിങ്ങൾ പോയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഇപ്പോൾ കപ്പിൾസിൻ്റെ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാരുടെ റിലേഷൻസ് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലേസിലൊക്കെ ചെല്ലുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ നഷ്ടം വന്നതിനൊക്കെ ഓർത്ത് പേടിയും ഉള്ളിൽ വല്ലാത്ത ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ. അതിൽ നിന്നൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ റിക്കവർ ചെയ്ത് കുറേയൊക്കെ ബെറ്ററായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ എനർജി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ചെല്ലും എന്നോർത്ത് തന്നെയാണ് ആ ഒരു പേഴ്സൺ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരൊരു ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ തിരിച്ച് ചെന്നില്ല എന്ന് വരുമ്പോൾ ആ ഒരു സോളിന് ശരിക്കും പറഞ്ഞാൽ ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് വഴി തന്നെ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് ഒരുപാട് ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ഓർത്ത് തന്നെ. പിന്നെ